കടയിൽ കയറി ശർക്കര കണ്ടപ്പോൾ മനസ്സിലൊരു ആഗ്രഹം കയറി കുക്കറപ്പ് ഉണ്ടാക്കിയാലോ എന്ന്. അങ്ങനെ ഒരു പേക്കറ്റ് ശർക്കരയും വാങ്ങി തിരിച്ച് റൂമിലേക്ക് വന്നിട്ടോ. റൂമിലെത്തിയപ്പോ ആ പൊട്ടത്തരം മനസ്സിലായത്. പച്ചരി പൊതിർത്താണ്ട് അപ്പം ഉണ്ടാക്കാൻ പറ്റൂല എന്നുള്ള കാര്യം. അങ്ങനെ 2 ഗ്ലാസ് പച്ചരി എടുത്ത് വെള്ളത്തിൽ ടച്ച് 3 മണിക്കൂറെങ്കിലും അരി പൊതിർന്ന് വരണം, എന്നാലേ മാവ് സെറ്റ് ആയി കിട്ടുള്ളൂ. സമയം കുറെ ഉണ്ടല്ലോ, എന്നാ പിന്നെ പെരുന്നാൾ ഡ്രസ് എടുക്കാൻ പോവാന്ന് വിചാരിച്ചു. അങ്ങനെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി മെട്രോ സ്റ്റേഷനിലേക്ക് നടന്ന് റൂമിൽ നിന്ന് 2 മിനിറ്റ് നടന്നാൽ സ്റ്റേഷനിലെത്താൻ പറ്റൂട്ടോ. കാർഡ് പഞ്ച് ചെയ്ത് ഉള്ളിലെത്തി മെട്രോ വന്നപ്പോൾ അതിലേക്ക് കയറി. ഇവിടെ 80% മെട്രോ ഭൂമിന്റെ അടിയിൽ കൂടെ ആട്ടോ യാത്ര ചെയ്യുന്നത്. അങ്ങനെ സിറ്റി സെന്ററിൽ വന്നിറങ്ങി. എവിടെയും കയറാണ്ട് നേരെ പോയത് സ്പ്ലാഷിലേക്കാട്ടോ. അങ്ങനെ പാന്റും ഷർട്ടും ഒക്കെ എടുത്ത് ബില്ലൊക്കെ പേയ്മെന്റ് ചെയ്ത് ഇനി റൂമിലെത്തിയിട്ട് വേണമല്ലോ അപ്പം ഉണ്ടാക്കാൻ. അങ്ങനെ പോയതുപോലെ തന്നെ തിരിച്ച് പുറത്തേക്ക് ഇറങ്ങി മെട്രോയിൽ കയറി തിരിച്ച് റൂമിലെത്തിട്ടോ. 4 ശർക്കര എടുത്ത് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളവും ഒഴിച്ച് അടുപ്പത്തേക്ക് വെച്ചിട്ടോ ശർക്കര ഒന്ന് അലിഞ്ഞു വരട്ടെ. അരി എടുത്ത് നല്ലോണം കഴുകിയതിനു ശേഷം അതിന്റെ പകുതി എടുത്ത് മിക്സിന്റെ ജാറിലേക്ക് ഇട്ട് ഒരു കയ്യിൽ ചോറും അതിലേക്ക് ഇട്ട് 1/2 ഗ്ലാസ് വെള്ളവും ഒഴിച്ച് നല്ലോണം ഒന്ന് അരച്ചെടുത്ത് ബാക്കിയുള്ള അരിയും ജാറിലേക്ക് ഇട്ട് 2 ഏലക്കായും കുറച്ച് ചെറിയ ജീരകവും ഇട്ട് ചെറിയ ചൂടിൽ കുറച്ച് ശർക്കര വെള്ളം അതിലേക്ക് ഒഴിച്ച് നല്ലോണം ഒന്ന് അരച്ച് പാത്രത്തിലേക്ക് വെച്ച് എന്നിട്ട് ബാക്കി വന്ന ശർക്കര വെള്ളം അതിലേക്ക് വെച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് അതിൽ കൊള്ളായിട്ട് പാത്രം ഒന്ന് ചേഞ്ച് ആക്കിട്ടോ. എന്നിട്ട് കുറച്ച് ബേക്കിംഗ് സോഡ പൗഡറും കുറച്ച് ഉപ്പിട്ട് കയ്യിലോട് നല്ലോണം ഒന്ന് ഇളക്കി സെറ്റ് ആക്കി എടുത്ത് കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് സൈഡിലൊക്കെ ആവുന്ന രീതിയിൽ ഒന്ന് ചുഴറ്റിയെടുത്ത് തീ ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം മാവ് അതിലേക്ക് ഒഴിച്ച് വിസിലൂരിന് ശേഷം മൂടിയിട്ട് കൊടുത്ത് എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് വെച്ചതിന് ശേഷം ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റ് വേവിച്ചപ്പോൾ പുറമേക്ക് ആവി പൊന്തി വന്നിട്ടോ. അന്നേരം ഗ്യാസ് ഓഫ് ആക്കി കൊടുത്ത് എന്നിട്ട് ചൂട് തണിഞ്ഞപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് അങ്ങോട്ട് മുറിച്ച് പീസാക്കി വെച്ച് അതിൽ നിന്നൊരു കഷ്ണം അങ്ങോട്ട് എടുത്ത് കഴിച്ചപ്പം എന്റെ ചെങ്ങായിമാരെ വേറെ ലെവല് കുക്കറ. ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ.